പടം കണ്ട് മൂത്രം പോകുന്ന സിനിമ ആദ്യമായിട്ടാണ്. അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിജയനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യം പുള്ളിയുടെ റീസെന്റ് കസ്റ്റഡി വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതിനേക്കാളും ബെറ്റർ ആണ്. പിന്നെ മാനാടൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയും പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഒരു മാരകം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മോശം എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് നിൽക്കുന്നു ഒരു വിജയരാണെങ്കിൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഒരു കമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ. യുവൻ ശങ്കറുടെ മ്യൂസിക് കുഴപ്പമില്ല, പക്ഷേ വിജയുടെ റീസെന്റ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത് അപ്പൊ ആ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ പുള്ളിയുടെ വിജയമായിരിക്കും നമ്മുടെ മനസ്സിലായി. അപ്പൊ ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു സോങ് ഉണ്ട്, മോട്ട് അങ്ങനെ എന്താ പറയുന്ന സോങ്, ആ സോങ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. ബാക്കി BGM കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് ഫീൽ എന്ന് പറയാറില്ല യുവൻ ശങ്കർ മ്യൂസിക്. പിന്നെ എഡിറ്റിംഗ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എഡിറ്റിംഗ് കുറച്ച് നന്നാക്കാൻ തോന്നി. ഇതൊരു വല്ലാത്ത രീതിയിൽ എടുത്തേക്കുന്നത്. ബാക്കി കുഴപ്പമില്ല. വിജയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ഉണ്ട്, അത് അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ DH ടെക്നോളജി ആദ്യം അതും നൈസായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ഓവറാക്കിയില്ല. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ചില പോർഷൻസ് ഒക്കെ ഇച്ചിരി ബോറായിരുന്നു. അതിൽ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നൈസാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാരകം എന്ന് പറയാൻ പറ്റില്ല, ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം കണ്ടിരിക്കാം. ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു വിചാരമാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് മോശമാക്കിയിട്ടില്ല പുള്ളി. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കണ്ടതാ ഒരു അത്യാവശ്യം ഒരു ബാഡ് ഇംപ്രഷനാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു അതിനപ്പുറം തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് അത്രേ ഉള്ളൂ. പിന്നെ സ്നേഹ അധികം ചെയ്യാം, അത് കൂടുതലൊന്നും ചെയ്യാനില്ല. എന്നാലും കിട്ടിയ പക്ഷെ നല്ലത് ചെയ്തു. പ്രഭുദേവ ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അത്യാവശ്യം നൈസായിട്ട് ചെയ്തു. കുഴപ്പമില്ല. ഒരു മാസ് മസാല പ്രതീക്ഷ വരുവാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആവറേജോടെ ഷോ നല്ലോണം ഉറങ്ങി. പിന്നെ വിജയ് ഫാൻസിന് വേണ്ടിയുള്ള ഒരു പടമാണ് മെയിൻലി. പിന്നെ വെങ്കട് പ്രഭുവിന്റെ ഒരു ക്ലീഷേ സെറ്റപ്പും ഉണ്ട്. ഞെട്ടിച്ചോ? കൊള്ളാം നല്ല പടമാണ് കേട്ടോ, കൊള്ളാം. നൈസ പോട്ടെ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരം. നല്ല സസ്പെൻസ് ഉണ്ട്, കുറെ ഗൂസ്പൻസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. കുറെ സസ്പെൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി. ചെറുപ്പകാലൊക്കെ നല്ല അടിപൊളി, നല്ല സൂപ്പറായിട്ട്, നല്ല DH ഒക്കെ കിടിലായിട്ടുണ്ട്, നല്ല തിരിച്ചിട്ടുണ്ട്. കണ്ടിട്ട് പുതിയ വിജയം നല്ല അടിപൊളി, സൂപ്പർ നന്നായിട്ടുണ്ട്. പക്ഷെ പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ഒരു എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ അടിപൊളി, നല്ല സൂപ്പറായിട്ട്. പ്രഭുയുടെ ഡയറക്ഷനൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ക്രിസ്പാക്കാർ, ലെങ്ത് കുറച്ചുകൂടി പോയി. നല്ലൊരു സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം, വാച്ചബിളാണല്ലോ. നമ്മുടെ ദളപതി വിജയൊക്കെ എങ്ങനെയുണ്ട്? ഞെട്ടിച്ചോ? ദളപതി വിജയൊക്കെ ഉണ്ടായി. നിലവിൽ സ്ക്രീൻ പ്രസസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം അടിപൊളി സ്ക്രീൻ പ്രസസ് അല്ലേ പുള്ളിയുടെ. നല്ല ആസ്വദിച്ചിരിക്കും, എൻജോയ് ചെയ്യാം, കിട്ടില്ല. കുഴപ്പമില്ല. ഒരു സൈഡിൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നി, പക്ഷെ അത് വലിയ സീനില്ല. ലൈക്ക് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് മതിയല്ലോ. ഒരു നല്ലൊരു പടം, ഉഗ്രം പടം, അങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടിപൊളി പടം, അത്ര മതിയല്ലോ. ഒരു ഫാമിലി എന്റർടൈനർ ആണ്, എല്ലാവർക്കും കാണാം, എല്ലാ കുട്ടികൾക്കും കാണാം, എല്ലാവർക്കും കാണാം. അടിപൊളി പടം. വിജയ് ഇപ്പൊ ഒന്നും പറയാൻ നമുക്ക് കഥ പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറയുവാണെങ്കിൽ പിന്നെ അത് സസ്പെൻസ് പോകും. പിന്നെ അത് നിങ്ങൾ പടത്തെ നേരിട്ടൊന്നും കാണുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു മാസ് എന്റർടൈനർ ആണ്, വിജയ് പടമാണ്, രക്ഷകൻ വിജയ് പടം. അത് പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇപ്പൊ ആൾക്കാർ ചില ആൾക്കാർ പറയും അയ്യേ വിജയ് പടം രക്ഷകൻ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിജയ് പടം എന്താ പറഞ്ഞാൽ വിജയ് പടം പറഞ്ഞാൽ വേറെ ഒന്നും പ്രതീക്ഷിക്കുകയില്ല. വിജയ് പടമാണ് രക്ഷകൻ, അതാണ് എടുത്തിരിച്ചിരിക്കണം. അങ്ങനെ വേറെ നല്ല ഉഗ്രം പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ചിയറിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളി പടം. ഡയറക്ഷനൊക്കെ ഉണ്ടായിരുന്നു. DH എനിക്ക് വേറെ ചെറിയ താല്പര്യമുണ്ട്, അതില് ഒരു കുറച്ച് അങ്ങനെ ഇങ്ങനായി പോയി. അല്ലാതെ വേറെ എല്ലാം കൂടി സെറ്റ് നൈസാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് ഇതിപ്പോ. ലൈക്ക് എന്താ സംഭവിച്ച വെച്ചാൽ ഈ ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ ഇത്രയും ഉഗ്രം പടം എടുക്കാൻ പറ്റിയല്ലോ, അത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു DH നോക്കുമ്പോ നല്ല ഉഗ്രം പടമാണ്. മൂത്രം പോയത് നിങ്ങൾ സംശയം ഉണ്ടായി നോക്കി ഇങ്ങോട്ട് കാണിച്ച്. ഒരു പടം കണ്ട് മൂത്രം പോകുന്ന സിനിമ ആദ്യമായിട്ടാണ്. അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിജയനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. BGM ഒക്കെ സൂപ്പറാണ്, ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി അടുത്ത തമിഴ്നാടിന്റെ മുതലമേച്ചറായിട്ട് അധികാരം ഏൽക്കുന്നതായിരിക്കും. അടിപൊളി സിനിമ കേട്ടോ, എല്ലാവരും അത് കാണും. ആദ്യമായിട്ടൊരു സിനിമ ഉണ്ട്, മൂത്രം പോയി. BGM എന്റെ പൊന്നോ, എന്താ പെർഫോമൻസ് എന്ന് പറയാം. വിജയൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പക്കയാണ്, സുനാമി വീശി അടിച്ച പോലെയാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകന്
ഹൊറർ സിനിമ കണ്ടാണ് സാധാരണ ഇങ്ങനെ പേടിക്കാറുള്ളത്. പക്ഷെ BGM കേട്ട് പേടിച്ചിട്ട് നേരെ നിങ്ങൾ വന്നത് ക്യാമറ കാണിച്ചാൽ മൂത്രം പോയിട്ടുണ്ട്. മൂത്രം ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് എന്റെ മൂത്രം പോണേ. ഇത്രയും കലക്കമ്പാടം മസ്റ്റ് വാച്ച്. ആരെങ്കിലും നല്ലതെന്ന് പറഞ്ഞു. എടാ ഞാൻ പറയുന്നില്ലടാ. ആസ് യൂഷ്വൽ വിജയ് പടം തന്നെ. വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടമാണ്. എനിക്കത് ചെന്നൈയിലാണ് റിലീസെങ്കിൽ കുറച്ചും കൂടെ പടം കയറി കത്തിയത്. ആ ഒരു പാസവും ചെന്നൈ വിജയുടെ ആയിട്ടുള്ള വേ ഓഫ് സ്റ്റൈലും പാസും ഒക്കെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. പിന്നെ ഇതിന് എനിക്ക് വലിയ കംപ്ലൈന്റ് ആയിട്ട് തോന്നിയില്ല. മറ്റേ ഏജ്ഡ് പഴയ വിജയനെ കാണിച്ചതിൽ പ്രശ്നമായിട്ട് തോന്നിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. പ്രഭുദേവയുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ ഒരു ഐറ്റം ഡാൻസിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ആക്ട്രസ് വരുന്നുണ്ട്. പിന്നെ ഒരു തമിഴിലെ മെയിൻ ഹീറോ ക്ലൈമാക്സിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ട്വിസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആസ് യൂഷ്വൽ വിജയ് ഫിലിം ഒരു വൺ ടൈം വാച്ചിങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. വിജയ് ഫാൻസിന് പറ്റുന്ന ഒരു സിനിമയാണ്. വിജയ് ഫാൻസിന് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ് പടത്തിന്റെ എല്ലാ ഒരു ചേരുവകളെല്ലാം ഉള്ളതാണ്. എക്സ്പെഷ്യലി പാസും ബേസിലും പിന്നെ ത്രില്ലർ ടൈപ്പ് സാധനോടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കുക. തൂക്കാനുള്ള വഴി ചെന്നൈയിലൊക്കെയാണ് ചിലപ്പോൾ തൂക്കായിരിക്കും. ആ ഒരു CSKയും പാസവും വിജയുടെ കുറെ ഐറ്റം സാധനങ്ങളെല്ലാം കൂടെ വന്നേ മിക്സ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു വൺ ടൈം വാച്ച് കൂടെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇതിന്റെ എന്താ പറയാ ക്ലൈമാക്സിലൊക്കെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോ ത്രില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതായാലും ഒന്ന് ഒരു വാച്ച് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. വിജയ് പെർഫോമൻസ് വെച്ച് എല്ലാവരും കിട്ടില്ലെന്ന് തന്നെ. അത് വിജയ് മാത്രമല്ല, ഇതില് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, BGM ഒക്കെ കിട്ടില്ലെന്ന് തന്നെയാ. പക്ഷെ 3 പാട്ടുകളുണ്ട് ഈ പടത്തില്. പാട്ടുകൾ 3ഉം ഒരു പ്ലേസ് ചെയ്യാത്ത, ഒരു സന്ദർഭമായിട്ട് ഒട്ടി യോജിക്കാത്ത ഒരു പാട്ടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെറുതെ കുത്തി കയറ്റിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും പടം ഒരു വൺ ടൈം വാച്ചുള്ളൂ, അത്രയും പറയാനുള്ളത്. ഈയുടെ ചെറുപ്പകാലൊക്കെ കാണിച്ച ഒരു അത് AI അതില് കുറച്ച് അപാകതയുള്ള പോലെ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ചെറുപ്പകാലല്ല, അത് വേറെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അത്രയും പറയാം. സിനിമ നല്ലായിരുന്നു ഓവറോൾ. ഫസ്റ്റ് ഹാഫ് അത്ര പോരാ, സെക്കൻഡ് ഹാഫ് വാസ് ഗുഡ്. നല്ല അടിപൊളി വിജയ് പോലെയായി സെക്കൻഡ് ഹാഫ്. ഒരു വിജയ് ആരാധകർക്ക് പറ്റിയൊരു പടം, വിജയിന്റെ ഫാൻസിന് ഏതായാലും കാണാൻ പറ്റിയ ഒരു പടമാണ്. അതായത് എനിക്ക് ലിയോയുടെ ഒരു ഹൈപ്പ് തോന്നിയില്ല. എന്നാലും വിജയ് നന്നായിട്ടുണ്ട്. വിജയ് ആരാധകർക്ക് പറ്റിയ പടം. പിന്നെ നമ്മുടെ ക്ലൈമാക്സിൽ രണ്ടും സർപ്രൈസ് ഒക്കെ ഉണ്ട്, ഒരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. ഏതായാലും വിജയ് ആരാധകർ ഫസ്റ്റ് വാച്ച് പടം തന്നെയാണ്. വിജയ് ആരാധകർക്ക് ഫാൻസിന് പറ്റിയൊരു പടം. ഓക്കെ, ഫൈറ്റിൽ നന്നായിട്ടുണ്ട്. എനിക്ക് ഒരു തോന്നിയത് ചെറിയൊരു പോരാ എന്ന് വെച്ചാൽ ഒരു ലിയോയുടെ ഒരു ഹൈപ്പില്ല. ഇതൊരു ഫാൻ ബേസ്ഡ് പടമാണ്, കട്ടുപൊളിപ്പൻ ഫാൻ ബേസ്ഡ് പടം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ട് കാണാം. സോങ് ഒക്കെ എനിക്ക് 2 സോങ്ങൊക്കെ ആവശ്യമില്ലാതെ കുത്തിക്കയറ്റായിട്ട് തോന്നി. അത് കുഴപ്പമില്ല, നല്ല പടം കേട്ടോ. എന്നുവെച്ചാൽ മകനായിട്ട് വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വില്ലൻ റോളായിട്ട് വന്ന് ഒന്നുമില്ല, ഒന്നും പറയാനില്ല. മുടിയില്ലേ ഒത്തില്ല, പണി പാളി. എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല കേട്ടോ. കാരണം മാനാട് മങ്കാത്തേക്ക് എടുത്ത ചാള് ഇങ്ങനത്തെ പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മാസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ BGM എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ആരാണോ അത് മ്യൂസിക് ചെയ്തത്, ഒരു ഫീല് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മാസ് ഫീല് സീൻസിലുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇമ്പാക്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലാപ്പ് പെർഫോമൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ കോമഡി ആയിരുന്നു. മറ്റേ നമ്മുടെ അഴകിയ തമിഴ് മകനിലെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ബാഡ് വില്ലൻ വേഴ്സസ് ഗുഡ് വില്ലൻ, പിന്നെ 2-3 ക്യാമിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫൺ വാച്ചിന് വേണേ ഒന്ന് കാണാം, അല്ലാതെ ഞാൻ ബർത്ത് പറയില്ല. DAGില് എനിക്ക് തോന്നുന്നു ചില സീൻസിൽ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ചില സീൻസിൽ വട്ടർ ബോറായിരുന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ വിജയകാന്തിന്റെ ഒരു ഇതുപോലെ ഇതുണ്ട്. അത് മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി കയ്യിൽ പോയി, എനിക്ക് വർക്കായില്ല. പടം കുഴപ്പമില്ല. ലൈക്ക് വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. ഞെട്ടിച്ചോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.